IPL വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നടന്ന കളിയിൽ പഞ്ചാബും സൺറൈസേഴ്സ് ഏറ്റുമുട്ടി. സൺറൈസേഴ്സ് ജയിച്ചു, പഞ്ചാബ് തോറ്റു. മൂന്നാമത്തെ കളിയിലാണ് പഞ്ചാബ് തോക്കുന്നത്. ഞാനിപ്പോൾ ഇന്നലത്തെ കളിയുടെ സമഗ്രമായ വിശകലനമല്ല ചെയ്യുന്നത്, പഞ്ചാബിനെ കുറിച്ചുള്ള കുറച്ച് കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ കളി തോക്കുന്നത് വരെ ഒന്നാം സ്ഥാനത്തിരുന്ന പഞ്ചാബ് ഇന്നലത്തെ കളി തോറ്റോട് കൂടി രണ്ടാം സ്ഥാനത്തേക്ക് തെറിച്ചു. പഞ്ചാബിന് 13 പോയിന്റാണുള്ളത്. പഞ്ചാബ് കൂടി കളിച്ച് 10 മത്സരം 6 കളി ജയിച്ചു. അപ്പോൾ 12 പോയിന്റ്. ഒരു പോയിന്റ് മഴ കാരണം കൊണ്ട്, ഒന്ന് മത്സരം ഉപേക്ഷിച്ച കാരണം കൊണ്ട് ഒരു പോയിന്റ് കിട്ടി. ടോട്ടൽ 13 പോയിന്റ്. പിന്നെ 6 കളി ജയിച്ചു, 3 കളി തോറ്റു, ഒരു കളി വാട്ടവർ മഴ പെയ്തുകൊണ്ടായിരിക്കാം ഉപേക്ഷിച്ചു. അങ്ങനെ ടോട്ടൽ 10 കളി ജയിച്ചു. 10 കളി കളിച്ചതിൽ 6 ജയം 3 തോൽവി. ഈ പഞ്ചാബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരുടെയും പ്രതീക്ഷയ്ക്ക് വിപരീതമായി തുടർച്ചയായിട്ട് 6 മത്സരം ജയിച്ചു. കളിച്ച 6 മത്സരം ജയിച്ചു. മഴയുടെ അത് ഞാൻ കൂട്ടുന്നില്ല, പക്ഷെ അല്ലാണ്ട് നോക്കിയാണെങ്കിൽ 6 മത്സരം ജയിച്ചു, ഒരു കളി പോലും തോറ്റില്ല. അങ്ങനെ ആരാലും പിടിച്ചു കെട്ടാൻ പറ്റാത്ത രീതിയിൽ കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പഞ്ചാബ്. പൂച്ചക്കാർ മണി കെട്ടും എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ആര് ഈ പഞ്ചാബിനെ പിടിച്ചു കെട്ടും എന്നുള്ള ക്വസ്റ്റ്യനിൽ കടപുഴകി വീണ കുറേ മല്ലന്മാരുണ്ട് കേട്ടോ. കടപുഴകി വീണ കുറേ മല്ലന്മാരുണ്ട്. അതൊരു പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ ശ്രേയസേനും കൂട്ടും നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഒരു കളി തോറ്റപ്പോൾ പിന്നെ അടുത്ത 2 കളി അവർ തോറ്റു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുടർച്ചയായി 3ാമത്തെ കളിയാണ് പഞ്ചാബ് തോക്കുന്നത്. ജയിച്ചപ്പോൾ അടുപ്പിച്ച് 6 കളി ജയിച്ചു, പിന്നെ തോക്കുമ്പോൾ തുടർച്ചയായി 3ാമത്തെ കളി തോറ്റു. പക്ഷെ അവരുടെ ക്വാളിഫയേഴ്സിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ഉത്കണ്ഠയില്ല. കാരണം അവർക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു കളി കൂടി ജയിച്ചു കഴിഞ്ഞാൽ അവർ ഓൾമോസ്റ്റ് ക്വാളിഫൈൻ്റെ അടുത്ത് എത്തും. അത് കാരണം കൊണ്ട് അതിനെ കുറിച്ച് പേടിയില്ല. പക്ഷേ തുടർച്ചയായിട്ട് 3ാമത്തെ കളി തോറ്റു. ഏതൊക്കെ ടീമിനോട് തോറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് രാജസ്ഥാൻ റോയൽസിനോടാണ്. അവരാണ് ഇതുവരെ തോക്കാതെ അജയ്യരായി നിന്നിരുന്ന പഞ്ചാബിനെ തോൽപ്പിച്ച ആദ്യത്തെ ടീം രാജസ്ഥാൻ റോയൽസ്. രണ്ടാമത്തെ ടീം നമ്മുടെ ശുഭ്മാൻ ഗില്ലിൻ്റെ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. 3ാമത്തെ ടീം ഇന്നലെ സൺറൈസേഴ്സ്. തുടർച്ചയായിട്ടുള്ള രാജസ്ഥാൻ റോയൽസിനോട് തോറ്റു, പിന്നെ ഗുജറാത്തിനോട് തോറ്റു, പിന്നെ അടുത്തത് സൺറൈസേഴ്സിനോട് തോറ്റു. ഞാൻ ഈ തോൽവി, ഒരു ടീമാകുമ്പോൾ IPL ആകുമ്പോൾ ടീമാകുമ്പോൾ തോൽവി ജയമൊക്കെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ 6 കളി അടുപ്പിച്ച് ജയിച്ച് വന്ന അജയരായി നിന്നിരുന്ന പഞ്ചാബ് പിന്നെയുള്ള 3 കളി അടുപ്പിച്ചെടുത്ത് തോറ്റു. അപ്പോൾ അവർ ഗ്രാഫ് താഴോട്ടാണോ എന്നാണ് എൻ്റെ ഒരു ഇത്. എന്തായാലും അടുത്ത കളി ജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉയരാൻ പറ്റും. അടുത്ത കളി താരതമ്യേന ദുർബലർ എന്ന് വിളിക്കപ്പെടേണ്ട, IPL ആരും ദുർബലരല്ല. പക്ഷേ ഡൽഹിയോടാണ് കളി. കഴിഞ്ഞ ദിവസം ഡൽഹി നമ്മുടെ ചേട്ടൻ്റെ ടീമായ ചെന്നൈയോട് തോറ്റിരുന്നു. ഇനി അടുത്ത പഞ്ചാബിൻ്റെ കളി ഡൽഹി ആയിട്ടാണ്. ഡൽഹിക്കെതിരെ ജയിക്കാൻ സാധിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ഗുജറാത്തിനെതിരായാലും എല്ലാവരും പറയും ഗുജറാത്തിനെതിരെ ജയിക്കാൻ പറ്റുമെന്ന് വിചാരിച്ച കളിയാണ് ഗുജറാത്തിനെ തോറ്റത്. അപ്പോൾ എന്തായാലും ഡൽഹിയായിട്ട് കളി ജയിക്കാൻ പറ്റും എന്നാണ് എനിക്കും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. ഇതുവരെ 1ാം സ്ഥാനം അടക്കിയാണ് പഞ്ചാബ് 2ാം സ്ഥാനത്തേക്ക് വീണിട്ടുണ്ട്. പിന്നെ എന്തായാലും ജയിച്ചു കഴിഞ്ഞാൽ കയറാവുന്ന തന്നെയുള്ളൂ, വലിയ കുഴപ്പമില്ല. പക്ഷേ സൺറൈസേഴ്സ് നില മെച്ചപ്പെടുത്തി 1ാം സ്ഥാനത്ത്, സൺറൈസേഴ്സ് 1ാം സ്ഥാനത്ത് കയറി 14 പോയിന്റോട് കൂടി. അപ്പം എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങളാണ് ഈ വരാൻ പോകുന്നത്. കാരണം ഒരു ടീം തോക്കുമ്പോൾ താഴോട്ടിറങ്ങുന്നു, ഒരു ടീം ജയിക്കുമ്പോൾ മേലോട്ട് കയറുന്നു. അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് നടക്കുന്നത്. ഇതിൽ 12 പോയിന്റുള്ള കുറേ ടീമുകളുണ്ട്. RCB 12 പോയിന്റാണ്, പിന്നെ ഗുജറാത്ത് 12 പോയിന്റാണ്. അങ്ങനെ കുറച്ച് ടീമുകൾ സൺറൈസേഴ്സിന് 12 പോയിന്റ് ആയിരുന്നു. രാജസ്ഥാൻ റോയൽസിന് 12 പോയിന്റാണ്, അതാലോചിക്കണം. അപ്പം ഇങ്ങനെ 12 പോയിന്റുകാർ കുറേ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണ് 13 പോയിന്റുള്ള പഞ്ചാബ് ഇന്നലെ തോറ്റിട്ട് 2ാം സ്ഥാനത്തേക്ക് വീണത്. പിന്നെ 10 പോയിന്റുള്ള ചെന്നൈ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ 10 പോയിന്റ് മുതൽ അങ്ങ് ഇതാണ് 10, 12, പിന്നെ 12ൻ്റെ 3 ടീമുകളുണ്ട്. പിന്നെ 14 പോയിന്റുള്ള സൺറൈസേഴ്സ് ഫസ്റ്റ്, 13 പോയിന്റുള്ള കിങ്സ് 11 സെക്കൻഡ്, പിന്നെ RCB ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്. 12 പോയിന്റാണ്. പിന്നെ 10 പോയിന്റുള്ള ചെന്നൈ. അപ്പോൾ എന്താ ഇനിയൊരു മത്സരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കൊക്കെ ജയിച്ച് അഡ്വാൻറ്റേജോട് കൂടി പ്ലേ ഓഫിൽ കയറാൻ പറ്റും, ആരൊക്കെ പുറത്തേക്കുള്ള വഴിയിലേക്ക് നീങ്ങും എന്നുള്ള കാര്യത്തിലൊക്കെ ഇനിയുള്ള മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.